ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി നമ്മളൊരു ടിഷ്യൂ പേപ്പർ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതുകൊണ്ട് എന്ത് ചെയ്യാമെന്നല്ലേ, നമ്മുടെ ഈ മൂക്കിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് പോകാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയാട്ടാ. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ സ്പൂൺ കൊണ്ടാണ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. കാരണം അതൊക്കെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് ഒരു അര സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ആട്ടോ. അത് രണ്ടും നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കണം. അങ്ങനെ ഫേസൊക്കെ നന്നായി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുട്ടയുടെ ഇതില്ലേ, അതൊന്ന് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ. ആദ്യം നമ്മൾ ഒരു ലെയറായിട്ടാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ചെറിയൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ ഈ മുട്ടയുടെ. അതൊന്നും കാര്യമാക്കാണ്ട് നമുക്ക് മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യണേ ഏറ്റവും കൂടുതൽ നന്നായത്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആവും. കൈ കൊണ്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, എന്നാലും ബ്രഷാണ് ഇത്രയും കൂടി യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത്. അതിന് ശേഷം പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ നമ്മളൊരു മാസ്കൊക്കെ ഇടില്ല അതുപോലെ. അപ്പോൾ അതിപ്പോൾ കീറുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് തോന്നിയ കാര്യം ഇതാണ് കേട്ടോ, ഈ ടിഷ്യൂ പേപ്പർ മുഖത്തിടുന്നത്. ആദ്യം നമ്മളൊരു കോട്ടാണ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ആക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി അഥവാ ഇപ്പോൾ നമുക്ക് ഇത് ഒട്ടിക്കുന്ന ഭാഗത്ത് ചിലപ്പോൾ ഇത് മുട്ടയുടെ ഭാഗം ഒന്ന് ചിലപ്പോൾ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ബ്രഷ് മുക്കി ആക്കിയിട്ട് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോട്ടിൻ്റെ മാസ്ക് പോലെയാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എല്ലാ ഭാഗത്തും നമ്മുടെ പിരികത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വിട്ടിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും രണ്ടാമത്തെ ലെയർ മുട്ടയുടെ ഇതൊന്ന് ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുഖത്തൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ഫുള്ള് കോട്ട് ചെയ്യണില്ല, ഒരു ഭാഗം മാത്രം ഒന്ന് മുഖത്തിൻ്റെ സൈഡാക്കിയിട്ട് അതിന് ശേഷം ആക്കിയോടത്ത് നമ്മൾ ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കാറുണ്ട് ചെയ്യണത്. മുന്നത്തെ പോലെ ഫുള്ളാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭാഗത്ത് ഡ്രൈ ആയി തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്താക്കിയിട്ട് ആ ഭാഗം ഒട്ടിച്ചതിന് ശേഷം പിന്നെയാണ് ഇപ്പുറത്തെ ഭാഗത്തു കൂടെ നമ്മൾ ആ മുട്ടയുടെ ബാറ്റർ ഒന്നാക്കിയിട്ട് വീണ്ടും അപ്പുറത്തെ സൈഡാക്കി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തും ഒരു ഡബിൾ കോട്ടിങ് പോലെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്തെ ഹെയർസൊക്കെ വരുന്ന ഭാഗമൊന്ന് കുറേ അധികമുള്ള ഹെയർസൊക്കെ വരുമ്പോൾ ഒന്ന് ഒഴിവാക്കുക. കാരണം ഇത് വലിച്ചെടുക്കുമ്പോൾ നല്ല വേദനയായിരിക്കും. പിന്നെ പിരികത്തിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് വിടുക. കണ്ണിൻ്റെ അടിയിൽ കുറച്ചും കൂടെ വിടേണ്ടതായിരുന്നു കേട്ടോ. ഇതെനിക്ക് വലിച്ചെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ടാണ് പിന്നീട് തോന്നിയത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 25-30 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. ഇതൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് വലിച്ചെടുക്കുകയാണ്. കണ്ണിൻ്റെ അവിടെ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് വലിച്ചെടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പീലിയുമൊന്നും തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തോണ്ടാക്കി കളയണം, അല്ലാണ്ട് വലിച്ചെടുത്താൽ പ്രശ്നമാവും. അപ്പോൾ കണ്ണിൻ്റെ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് വിട്ടിട്ട് ഒട്ടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ പതിയെ വലിച്ചെടുക്കാം. എൻ്റെ ചെറുതായി ഒന്ന് ചില സൈഡ് അധികം ഇതായിട്ടുണ്ടായിരുന്നില്ല, ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മുക്കാൽ ഭാഗം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട് ഒരു സൈഡ്. അങ്ങനെ ബാക്കിയുള്ള സൈഡുകളൊക്കെ ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. കണ്ട മുഖത്ത് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സിന് പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. ബൈ ബൈ.